ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5:15. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പ്രിയരെ, യാക്കോബ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് 5-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 13-ാം വാക്യത്തിനകത്ത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ സന്ദേശം, തിരുവചനം അവരോട് പറയുകയാ, അവർ പ്രാർത്ഥിക്കട്ടെ. പ്രിയരെ, ഈ പ്രതികൂലങ്ങൾ മാറിപ്പോകേണ്ടതിന്, പ്രശ്നങ്ങൾക്കൊരവസാനം ഉണ്ടാകേണ്ടതിന്, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചാൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ 13-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. 15-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ കുറെ കൂടെ വിശദമായി അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ വിവരിക്കുകയാണ്. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ലോകത്തിലൊരു മരുന്നിനും ചെയ്യുവാൻ കഴിയാത്തത്, ലോകത്തിലൊരു വൈദ്യനും ചെയ്യുവാൻ കഴിയാത്തത് പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പ് നൽകി തരികയാ. നിങ്ങൾ ആകുലതയോടെ ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, വിഷയങ്ങളുടെ മുൻപിൽ കുഴഞ്ഞു പോകാതെ, വിഷയങ്ങളുടെ മുൻപിൽ തോറ്റ് പിന്മാറാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പ്രാർത്ഥന രക്ഷിക്കുമെന്ന് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ. പ്രിയരെ, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും പോകണ്ട, ഒരു രൂപയും ചിലവാക്കണ്ട, കാഴ്ചയോ കാണിക്കയോ നേർച്ചയോ അർപ്പിക്കാതെ തന്നെ ഈ വാക്യം നമ്മളോട് പറയുകയാണ്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ആ ഒരു പദം ഞാൻ ആവർത്തിച്ച് പറയാം. പ്രാർത്ഥന ഒരു ദൈവ പൈതലിനെ രക്ഷിക്കാനിടയായി തീരും. ആമേൻ. ഇന്നകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, ഇന്ന് പെട്ടുകിടക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, ആയിപ്പോയ ഇടത്തു നിന്ന് രക്ഷിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് തിരുവചനം നമ്മോട് ഉറപ്പ് പറയുകയാ. അടുത്ത പദം, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ആമേൻ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരു എഴുന്നേൽപ്പിനെ ദൈവം നൽകിത്തരും. ആമേൻ. ജീവിതയാത്രയിൽ തളർന്ന് കുഴഞ്ഞ് ഇരുന്നു പോയവരാണോ? മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികളാൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ചുറ്റും ഭയാനകമായ നിലയിലുള്ള പ്രതിസന്ധികൾ മാത്രമാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ തിരുവചനം നമ്മോട് പറയുകയാണ്, ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കർത്താവ് പ്രാർത്ഥന കേട്ടിട്ട് എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. ആമേൻ. ഒന്ന് എഴുന്നേൽക്കണമെന്ന്, പുറത്തു വരണമെന്ന് കൊതിയോടെ ആഗ്രഹിച്ചിട്ടും
ജീവിതത്തിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിൽ ഈ വാക്യം നമ്മളോട് പറയുകയാ, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. യേശു യെരിഹോവിന്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മർക്കോസ് വിശേഷം 10-ാം അധ്യായം 46 തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ, തിമായിയുടെ മകനായ ബർഥിമായി യേശുവിനെ നോക്കി സങ്കടത്തോടെ വേദനയോടെ നിലവിളിക്കുന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, അടുത്ത മിനിറ്റിൽ അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ അവനെ ഇരുത്തിക്കളഞ്ഞ ശക്തികൾ, പാരാലിസിസുകൾ എന്നേക്കുമായിട്ട് അവനെ വിട്ടുമാറി. ബൈബിൾ പറയുന്നു, അവൻ മുടന്തനായിരുന്നു എന്ന്. നടക്കാൻ കഴിയാത്തവൻ, എഴുന്നേൽക്കാൻ കഴിയാത്തവൻ ദൈവശക്തിയാൽ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ശാപം കയറി ഇരുന്നു പോയവരാണെങ്കിൽ, പ്രതിസന്ധികളാൽ പിടിക്കപ്പെട്ട രാത്രിക്ക് തുല്യമായി, ഇരുളിന് തുല്യമായി ജീവിതമായി പോയെങ്കിൽ, ഈ വാക്യം നമ്മോട് പറയുകയാ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന്. ആമേൻ. നിശ്ചയമായിട്ടും നിങ്ങളൊരു എഴുന്നേൽപ്പ് ഈ വർഷത്തിൻ്റെ അവസാനങ്ങളിൽ കൊതിക്കുന്നെങ്കിൽ, ബിസിനസ്സിൽ, കുടുംബജീവിതത്തിനകത്ത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത്, സാമ്പത്തിക മേഖലയിൽ ഒരു എഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അടുത്ത പദം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആരോടാ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പാപം ചെയ്തു പോയെങ്കിൽ, അത് ശാപത്തിന് കാരണമായി ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ വാക്യം നമ്മോട് പറയുകയാ, അവനോട് ക്ഷമിക്കുവാനിടയായി തീരും പ്രാർത്ഥന. ആമേൻ. ശാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. പ്രിയരെ, ഈ വിലയേറിയ പ്രഭാതത്തിൽ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ, ആമേൻ, ഈ വാക്യം അതാ എഴുതിയിരിക്കുന്നത്, രക്ഷിക്കും, എഴുന്നേൽപ്പിക്കും, പാപം അവനോട് ക്ഷമിക്കും. അതിന് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ പ്രാർത്ഥന ചിലരെ രക്ഷിക്കുന്നതായി മാറട്ടെ. ഈ പ്രാർത്ഥന ചിലരെ എഴുന്നേൽപ്പിക്കുന്നതായി തീരട്ടെ. ഈ പ്രാർത്ഥന ചില പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പരമാർത്ഥ ഹൃദയത്തോടെ ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മീതെ ദൈവശക്തി പാഞ്ഞിറങ്ങുന്നത് കൊണ്ട് നന്ദി. വലിയ വിടുതലുകളെ ദൈവം അയക്കും, അത്ഭുതകരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.